അല്ലാതെ ഈവൻ കേരളത്തിൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഞാൻ മാനന്തവാടിയിലാണ്. മാനന്തവാടി ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ കാൻഡിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നെ പോലെ തന്നെ ക്വാളിറ്റി അല്ല, എന്നേക്കാൾ ക്വാളിറ്റിയുള്ള 4-5 പേര് മാനന്തവാടിയിലുണ്ട്. അങ്ങനെ കേരളത്തിലെ 140 മണ്ഡലങ്ങളും ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കും ഒന്നല്ലെങ്കിൽ 4-5 പേരുണ്ട്. അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തില്ലായിരുന്നു, ഞാൻ പറഞ്ഞ മിനിമം കേട്ടോ. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടായിയോ അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ കിട്ടായി അത്തരം ഒരു പ്രശ്നമേ BJPക്ക് ഇല്ല. പിന്നെ പണം മുടക്കുക വെച്ചാൽ ഇതൊക്കെ ഞാൻ ഈ ഇന്ത്യ മുഴുവൻ ഇലക്ഷൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഇലക്ഷൻ അല്ല, കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ABVP-യുടെ യുവമോർച്ചയുടെയും ദേശീയ ചുമതലയായിട്ട് ഈ രാജ്യം മൊത്തം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാണ്. ഈ ഇലക്ഷൻ ഇത്തരത്തിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഉത്സവമാക്കി നടത്തുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അത് തുടങ്ങി ഞങ്ങളെക്കാൾ മുമ്പേ തുടങ്ങി വെച്ച ആളുകളുണ്ട്. അതെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. BJPക്ക് പിന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി തീർച്ചയായിട്ടും എടുക്കും. അതിനകത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഇലക്ഷൻ ഇപ്പൊ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, കേരളത്തില് ഇനി ഇലക്ഷന്റെ കണക്കെടുത്തു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കേരളത്തിൽ BJP അല്ല. നിങ്ങൾ ഒരു കണക്ക് വരുമ്പോഴത്തേക്ക് എടുത്ത് നോക്കിയോ നിങ്ങൾ, അതിനേക്കാൾ പണം മുടക്കിയിട്ടുള്ള ആളുകളുണ്ട് കേരളത്തിൽ. അതുണ്ട്. അത് പിന്നെ പറയുമ്പോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. ഇപ്പൊ ജനിച്ചത് തൊടുപുഴയില്, ഇപ്പൊ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയില്. ഇങ്ങനെ ഈ രണ്ട് സ്ഥലത്തും ഉള്ള ആൾക്കാരെയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ശ്യാമിന് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയുമാണ്. ശ്യാമിനെയും ആ നാട്ടുകാർക്ക് അറിയാം. ശ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ശ്യാമിനെ കുറിച്ചുള്ള വ്യക്തിപരമായിട്ടും എല്ലാം അറിയുന്ന രണ്ടുപേരുണ്ട്. ആ സമയത്തും ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും അല്ല, നേരെ മാനന്തവാടിയിലാണ് ശ്യാംരാജ് വന്നു എന്നുള്ള ആള് എത്തി നിൽക്കുന്നത്. അപ്പോ ഈ തൃപ്പൂണിത്തുറയില് എന്നിട്ട് പെട്ടെന്ന് പുതിയതായിട്ട് ഇപ്പൊ അഞ്ജലിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അപ്പൊ ശ്യാം ശരിക്കും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നില്ലേ എനിക്ക് എന്തായാലും പ്രവർത്തിക്കാൻ തൃപ്പൂണിത്തുറ തന്നെ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നിരിക്കില്ലേ നിന്നിട്ടുണ്ടാവുക? അല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ആവശ്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ നിയമസഭ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രഖ്യാപനത്തിന് 1-2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, അന്നത്തെ സംഘടനാ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ എന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാവും, ഒരു 25 ദിവസത്തേക്കുള്ള വസ്ത്രം തയ്യാറാക്കി വെക്കുക, ഷർട്ടും മുണ്ടും തയ്യാറാക്കി വെക്കുക, ലിസ്റ്റിലുണ്ടാവും. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്നെ ഏറ്റവും ആപ്റ്റായിട്ട് എവിടെയാണോ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുക, അത് എന്നെക്കാൾ അറിയാവുന്ന എന്റെ പ്രസ്ഥാനത്തിനാണ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തവണ ചിന്തിച്ചപ്പോൾ ഞാൻ കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് മാനന്തവാടിയിലാണെന്ന് പ്രസ്ഥാനത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കൂ, ഈ തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഒരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതിലെ ഒരു ഇടം എന്ന് പറയുന്നത് മാനന്തവാടിയാണ്. അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ട് അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. ഇപ്പൊ അതിനകത്തൊരു കാര്യം, ഇപ്പൊ കേരളത്തിന്റെ SC/ST ട്രൈബൽ മിനിസ്ട്രി വകുപ്പ് മന്ത്രി ജയിച്ചു വന്ന മണ്ഡലമാണ്, ഓർക്കടൂരിന്റെ മണ്ഡലമാണ് മാനന്തവാടി എന്ന് പറയുന്നത്. ഞാൻ അവിടെ വെള്ളമുണ്ട എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ, അത് സോഷ്യൽ മീഡിയ വലിയ വൈറലൊരു വീഡിയോ ആണ്. വെള്ളമുണ്ട പഞ്ചായത്തിലെ 4 സെന്റ് കോളനി പോകുമ്പോൾ ഈ 2026 ഇന്ന് നമ്മൾ ഏപ്രിൽ 14-ാം തീയതി നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് വരെ അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകള് വീടും, അതായത് ടാർപോളിൻ വലിച്ചു കെട്ടിയിരിക്കലാണ്, നീല നിറത്തിലെ ടാർപോളിൻ വലിച്ചു കെട്ടിട്ട് അതിനാണ് വീടെന്ന് പറയുന്നത്. അതിനകത്ത് 8-10 ആളുകൾ, പല 2-3 കുടുംബങ്ങള്. ഈ പ്രായപൂർത്തിയായുള്ള പെൺകുട്ടികൾക്കൊന്ന് വസ്ത്രം മാറി കൊടുക്കാൻ അടച്ചുറപ്പുള്ള മുറി പോലുമില്ല. നമ്മൾ ഈ നിമിഷം സംസാരിക്കുമ്പോൾ പറയുന്നത് ടോയ്ലറ്റുകളില്ല. കേരളത്തിൽ ടോയ്ലറ്റുകളില്ലാത്ത വീടുകൾ ഇന്നും കേരളത്തിലെ ട്രൈബൽ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊതുജനങ്ങൾക്ക് എത്തിക്കുക, 2 അതിനൊരു പരിഹാരം കാണുക. ഇപ്പൊ എന്നെ ആ വീഡിയോ വന്ന ഉടനെ സുരേഷ് ഗോപി മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ വിളിച്ചു. വയനാട്ടിലെ മുഴുവൻ ട്രൈബൽ ഇഷ്യൂസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കണം. നമുക്ക് അവിടെ ഒരു വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ട്രൈബൽ സഹമന്ത്രി ദുർഗാദാസ് ഉയികേജി അദ്ദേഹത്തിനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്നെ ഒരു പ്രോഗ്രാമിനല്ല വിളിക്കേണ്ടത്, പലതവണയായിട്ട് എന്നെ വിളിക്കുക, ഞാൻ അവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റീസിന്റെ ഇടയ്ക്ക് കയറി ഞാൻ മന്ത്രി സെൻട്രൽ മിനിസ്റ്റർ വന്നിട്ട് നമുക്ക് പരമാവധി അവരുടെ പരിഹാരം കാണാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യിക്കാനും അതിന് പരിഹാരം കാണാൻ, കേവലം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചർച്ച ചെയ്യിക്കലല്ല, അതിന് പരിഹാരം കാണാൻ എന്നെ കൊണ്ട് പറ്റി. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ്. പക്ഷെ എനിക്കത് ചെയ്യുമെന്ന് പ്രസ്ഥാനത്തിന് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന പാർട്ടിക്കാണ്. അപ്പൊ അത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പാർട്ടിക്ക് ശ്യാമിലുള്ള വിശ്വാസം. പക്ഷെ ശ്യാം അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ മാനന്തവാടിക്കാർക്ക് ആർക്കും ശ്യാമിനെ അറിയില്ല അല്ലെ? ഇപ്പൊ ഈ പോയ ട്രൈബൽ ഏരിയയിലുള്ളവർക്കൊക്കെ തന്നെ ശ്യാം ചെന്ന് പറഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ BJP പാർട്ടിയിൽ നിന്നാണ്, ശ്യാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്യാം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അവർക്ക് എങ്ങനെയാണ് ഓക്കെ ശ്യാമിന് ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടി അവരെ കൺവിൻസ് ചെയ്യാൻ അത് അപ്പം ഈസി ആയിരുന്നോ ശ്യാമിന്? വയനാട്ടിലെ MP ആരാ?
ഈ ചോദ്യം അവിടെ കൺവെൻഷൻ കോൺഗ്രസ് എന്നോട് ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അതിനകത്ത് രസകര ഒരു കാര്യം, വയനാട്ടിലെ MP മലയാളം പോലും അറിയാത്ത പ്രിയങ്ക ഗാന്ധിയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർ നിർത്തിയത് ഡൽഹിയിൽ നിന്നുള്ള ആനി രാജയാണ്. അന്ന് ഞാൻ പറഞ്ഞ അവരോട്, അവിടുത്തെ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും പറഞ്ഞ ഉത്തരം, ആനി രാജയ്ക്ക് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലോട്ട് വരാനുള്ള ദൂരമോ പ്രിയങ്ക ഗാന്ധിക്ക് UP നിന്ന് വയനാട്ടിലേക്ക് വരാനുള്ള ദൂരമോ P. ശ്യാംരാജിന് ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഇല്ല. ഇനി ചോദിച്ച ചോദ്യം, അത് അവരോടുള്ള ഉത്തരവാണ്. ചോദിച്ച ചോദ്യത്തിന് എനിക്കും അവർക്കും അത് കണക്റ്റഡ് ആയി. അതായത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റി, എനിക്ക് പറ്റി കൺവേ ചെയ്യാൻ വേണ്ടിട്ട് പറ്റി, അവർക്ക് എന്നെ മനസ്സിലായി. ഞാൻ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾ ഞാൻ മാനന്തവാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുടെ ഇടയിലെ കമന്റുകൾ വായിക്കട്ടെ. അവിടുത്തെ ജനങ്ങൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരാണ്ട, അതല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് അവരോടൊപ്പം നിൽക്കണമെന്നുള്ള രീതിയിൽ അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അപ്പൊ എനിക്ക് അവരുമായിട്ട് അവരുടെ വേദനകളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരെ പേഴ്സണലായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതൊരു, ഞാൻ പറയുന്ന ഒരു സാധാരണ ഒരു ഞാൻ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് ഞാൻ തന്നെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. അത് എവിടുന്നോ എന്നെ കൊണ്ടുവന്നെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ഒരു ഫാമിലിയോ യാതൊരു ബന്ധമുള്ള ഒരു സ്ഥലമോ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളേ ആയിരുന്നില്ല ഞാൻ പൊളിറ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു വെച്ചാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം എനിക്ക് 37 വയസ്സായി. ഞാൻ 15 വർഷമായിട്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോഴും പരമാവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് നാളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും, എറണാകുളത്ത് നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കും, ഇനി കണ്ണൂർ പോയി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതും ഇപ്പൊ പരിചയമുള്ള തൃപ്പൂണിത്തുറയിലോ തൊടുപുഴയോ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നിരിക്കില്ലേ ശ്യാമിന് ഈ ഒരു വർക്കും കാര്യങ്ങളും ആൾക്കാരെ കൺവിൻസ് ചെയ്യണതും? കുറച്ചും കൂടി ആ ഒരു പ്രോസസ് കുറച്ചും കൂടി ഈസി അല്ലേ? മറ്റേത് കുറച്ച് ചാലഞ്ചിങ് അല്ലേ എത്രയാന്ന് പറഞ്ഞാലും? പരിചയമില്ലാത്തൊരു സ്ഥലം അല്ല, അങ്ങനെ നമുക്ക് ജനറലി സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരാം. ഞാൻ അങ്ങനെ ചോദ്യത്തിൽ ഞാൻ തെറ്റു പറയില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കുണ്ടായത് മാനന്തവാടിയിൽ ഒരു 1-2 ആഴ്ചക്കകത്ത് എനിക്ക് അവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി സാധിച്ചു. അവിടുത്തെ കോൺഗ്രസ്സുകാരനും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അടക്കം പറയുന്നു ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി, മുൻപും എല്ലാവരും, പക്ഷെ ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി കൂടുതൽ മികച്ച ആളാണ് എന്ന് പറയുന്നു. അപ്പൊ എനിക്കത് സാധിച്ചു. അല്ലെങ്കിൽ അവർക്ക് എന്നെ മനസ്സിലോട്ട് ആവാഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ അതൊരു ഹഡിലായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് തോന്നിയിട്ടേ ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. എവിടെയാണെങ്കിലും ഓവറായിട്ട് വർക്ക് ചെയ്യും ഞാൻ, എവിടെയാണെങ്കിലും വർക്ക് ചെയ്യും ഞാൻ നന്നായിട്ട് എവിടെയാണെങ്കിലും എനിക്കൊരു ഡ്യൂട്ടി വന്നാൽ ഞാൻ അതിന്റെ എക്സ്ട്രീം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അത് ഇവൻ തൃപ്പൂണിത്തുറ നിർത്തിയാലും തൊടുപുഴ നിർത്തിയാലും ചെയ്യുന്ന അതേ രീതിയാണ് മാനന്തവാടിയിലും ചെയ്തത്. തന്നെ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ സിസ്റ്റം ചലിപ്പിക്കുന്നതിന് പാർട്ടിയും പ്രവർത്തകരുമാണല്ലോ. കാൻഡിഡേറ്റ് ഒരു മെറ്റീരിയലാണ്, സിസ്റ്റം പ്രവർത്തിക്കുന്നത് മറ്റേ പാർട്ടിയും പ്രവർത്തകരുമാണ്. അവര് ആരെ അവിടെ പ്ലേസ് ചെയ്താലും ആ വ്യക്തിയെ വെച്ചിട്ട് അങ്ങോട്ടുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് അവർ പൊയ്ക്കൊള്ളും. അപ്പൊ അതിന് പാർട്ടി എന്ന് പറയുന്ന വലിയൊരു, പ്രത്യേകിച്ച് BJP പോലെ ഒരു സെമി കാഡർ പാർട്ടിക്ക് വലിയൊരു മെക്കാനിസം ഉണ്ട്. അപ്പൊ അതിനകത്ത് ആ ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ അവിടെ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എല്ലാം എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചുള്ളൂ. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ജലിയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ അഞ്ജലി പറഞ്ഞതിനകത്ത് അഞ്ജലി പുതുമുഖമാണ്, പൊളിറ്റിക്സിലേക്ക് ഇപ്പൊ എൻ്റർ ചെയ്തതാണ്, പിന്നെ ഒരു സ്ത്രീയാണ്. അഞ്ജലിക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്ഥലമായിരുന്നു അഞ്ജലിക്ക് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ അഞ്ജലിക്ക് അങ്ങോട്ടാണെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സാഹചര്യം നോക്കിക്കഴിഞ്ഞപ്പോൾ തൃപ്പൂണിത്തുറയാണെങ്കിൽ അഞ്ജലി ജനിച്ചു വളർന്ന സ്ഥലമാണ്, ചെറിയ കുട്ടി വീട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ പാർട്ടി അഞ്ജലിക്ക് ഫേവർ ആയിട്ട് ഒരു മണ്ഡലം കൊടുത്തു എന്നാണ് അഞ്ജലി എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എവിടെ പോയാലും സിറ്റുവേഷൻ, അപ്പം ഓരോ വ്യക്തിയുടെയും കൂടെ നിങ്ങളുടെയും കൂടെ പേഴ്സണൽ കണ്ടീഷൻ മാനിച്ചുകൊണ്ടായിരിക്കാം പാർട്ടി എപ്പോഴും ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവുക, അല്ലേ? അതൊരു മറ്റൊരു NDA നിൽക്കുമ്പോൾ തന്നെ ഒരു BJPയുടെ സജീവ പ്രവർത്തകനാണ് ശ്യാംരാജ്. ശ്യാംരാജ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഇനി വരാൻ പോകുന്നത് BJPയുടെ ഭരണമാണ് എന്നാണ് ശ്യാംരാജ് അടിയുറപ്പിച്ച് പറയുന്നത്. താൻ തന്റെ പാർട്ടിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെ പല കാര്യങ്ങളും പുറം ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ശ്യാംരാജാണ്. തനിക്ക് നേടിയ അല്ലെങ്കിൽ തനിക്ക് തന്ന ദൌത്യം വയനാട്ടിലേക്ക് എത്തി. വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ, വയനാട്ടിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ല
എന്നൊരു സംഭവം വലിയ രീതിയിൽ ഇഷ്യൂ ആയതും പുറത്തേക്ക് കൊണ്ടുവന്നതും എല്ലാം ശ്യാംരാജ് കാരണം തന്നെയാണ്. ഈ സാധനം അല്ലെങ്കിൽ ഈ വീഡിയോ വൈറലായപ്പോൾ ഇത് നമ്മുടെ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുകയും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെ ശ്യാംരാജിന്റെ അടുത്തു നിന്ന് ഇവർ വിവരം ശേഖരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ശ്യാംരാജ് വയനാട്ടിൽ നേരിട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കാനും സുരേഷ് ഗോപി പിന്നീട് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന വാക്ക് നൽകുകയും ചെയ്തു. ബിജെപിക്ക് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് ശ്യാംരാജ് അടിയുറച്ച് പറയുന്നു.